കോൺഗ്രസിൽ വീണ്ടും ഒരു പടലപ്പിണക്കത്തിനോ അല്ലെങ്കിൽ ഒരു വിഭാഗീയതയ്ക്കോ ഒക്കെ വഴി തുറക്കുന്നതായി ചില സംശയങ്ങൾ നമുക്ക് തോന്നിയേക്കാം. അതിന് നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ മിക്കപ്പോഴും പ്രതിസന്ധികളാണ്. കോൺഗ്രസിനകത്ത് തന്നെ കിടന്ന് പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. ഒരു മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിനെ പിടിച്ചുലച്ചിരുന്നു. അതിനുശേഷം മന്ത്രിമാരുടെ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ നോമിനേഷൻസ് പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ്സിൽ എന്ത് സംഭവിക്കണമെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ്സിലൊരു അധികാര പദവി ആർക്കെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ അതിന് 100 അവകാശികളും വരും. ഇപ്പോൾ തന്നെ നമുക്കറിയാം KPCC അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിവാദം ഇപ്പോഴും കോൺഗ്രസിൻ്റെ തലപ്പത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരെ നിയമിക്കും? അപ്പോൾ പല ആൾക്കാർ, കൊടുക്കുന്നൊരു സുരേഷ് ആകട്ടെ, ബെന്നി ബെഹനാൻ ആയിക്കോട്ടെ, അതോടൊപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ എന്ന് വേണ്ട ഒരു പറ്റം നേതാക്കൾ, തങ്ങൾക്ക് പിന്നെ ജോസഫ് വാഴക്കൻ തുടങ്ങിയ നേതാക്കന്മാർ ഇതിനു വേണ്ടി തന്നെ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. അതായത് ഏത് വിധേനയും തങ്ങൾക്ക് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണം. സണ്ണി വക്കീലാണെങ്കിൽ തന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു മുൾക്കിരീടമാണ് താൻ ചൂടിയിരിക്കുന്ന പിന്നെ വൈദ്യുത വകുപ്പ് മന്ത്രി സ്ഥാനം എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ പദവികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സണ്ണി വക്കീൽ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കീറാമുട്ടിയായി മാറുന്നതും ഇപ്പോൾ അത് തന്നെയാണ്. അതായത് ആരെയാണ് KPCC അധ്യക്ഷനായി നിയമിക്കുക എന്നുള്ള ഒരു വലിയ ചർച്ച. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ്. ആർക്കും പിന്നെ പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം കോൺഗ്രസ്സിലുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവും നിലവിലില്ല. ഇപ്പോൾ തന്നെ മലപ്പുറത്ത് വെച്ച് അവിടെയുള്ള MLA-മാർക്ക് ആദരവ് ഏർപ്പെടുത്തിയ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആദരവ്, അതായത് കോൺഗ്രസ് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ കോൺഗ്രസ് MLA-മാർക്കായി അവർക്ക് ആദരവ് നൽകുക എന്നുള്ളതാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 3 MLA-മാരുണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഈ 3 MLA-മാർക്കും താല്പര്യം KC വേണുഗോപാലിനോടാണ്. നമുക്കറിയാം അവിടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനാണ്. ഒരുപക്ഷേ KC വേണുഗോപാലിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ VD സതീശൻ ഇവിടുത്തെ സർക്കാർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം ഇവിടെ ഇത്രയും 100-ലധികം സീറ്റുകളുടെ വിജയത്തോടുകൂടി അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം മാത്രമാണ് അങ്ങനെയൊരു അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. VD സതീശൻ തന്നെയാണ് പലപ്പോഴും പല വേദികളിലും മാധ്യമപ്രവർത്തകരോട് അടക്കം പറഞ്ഞ് നമ്മൾ 100-ലധികം സീറ്റുകളുമായി. ഒരുപക്ഷേ KPCC പുനഃസംഘടന വന്ന സമയത്തും സണ്ണി ജോസഫ് അധികാരമേൽക്കുന്ന സമയത്തും ഇതേ വാക്കുകൾ തന്നെയായിരുന്നു VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മൾ കേട്ടത്. അതായത് 100-ലധികം സീറ്റുകളുമായിട്ട് AICCക്ക് VD സതീശൻ നൽകി ഉറപ്പായിരുന്നു. 100-ലധികം സീറ്റ് അല്ലെങ്കിൽ മിനിമം 100 സീറ്റുമായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF കേരളത്തിൽ അധികാരത്തിലെത്തും എന്നുള്ള വിവരം VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു അന്ന് തന്നെ. അതായത് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ. അപ്പോൾ അന്ന് തന്നെ പലരും ആലോചിച്ചു 100-ലധികം സീറ്റ് എന്നൊക്കെ പറയുന്നത് അല്പം അഹങ്കാരമായി പോയില്ലേ പൊന്നു സതീശേട്ട എന്ന് കോൺഗ്രസ്സിലുള്ളവർ തന്നെ ചോദിച്ചു. കാരണം അത്രയൊന്നും കിട്ടാനുള്ള സാധ്യത നിലവിലില്ല. അപ്പോഴാണ് VD സതീശൻ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതിനുവേണ്ടി ശരിക്കും അശ്രാന്ത പരിശ്രമം നടത്തിയ ഒരാൾ VD സതീശൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. അതായത് KC വേണുഗോപാലിനേക്കാൾ ഉപരി, കാരണം നമുക്ക് അറിയാവുന്ന പുതുയുഗ യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശൻ നടത്തിയിരുന്നു. കേരളം വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ നീണ്ടുനിന്ന വലിയൊരു പരിപാടി, ഒരു യാത്ര തന്നെയായിരുന്നു ശരിക്കും ഈ പുതുയുഗ യാത്ര. ഈ പുതുയുഗ യാത്രയിൽ ഉടനീളം VD സതീശൻ നടത്തിയിട്ടുള്ള പരിശ്രമം ചെറുതൊന്നും ആയിരുന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലൂടെയും കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ മണ്ഡലങ്ങൾ മാത്രമല്ല ഓരോ സ്വീകരണ പ്രദേശങ്ങളിലും VD സതീശൻ എത്തിപ്പെടുകയും അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം എഫർട്ട് സ്വന്തം മുന്നണിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വന്തം പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും സത്യം പറഞ്ഞാൽ VD സതീശൻ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ 10-ലൊരു അംശം അല്ലെങ്കിൽ അത്ര തന്നെ പറയാം, ഒരു 10-ലൊരു അംശം എഫർട്ട് ബാക്കി ഏതെങ്കിലും ഒരു നേതാവ് എടുത്തതായിട്ട് നമുക്കറിയില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തലയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത് പ്രസംഗിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു യാത്രയിൽ പങ്കെടുക്കാനോ VD സതീശനെ അനുഗമിക്കാനോ VD സതീശനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അത്തരം ജാഥകളിൽ അഭിസംബോധന ചെയ്യാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അപ്പം ഓരോ ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു കാർക്കശ്യം കൊണ്ടോ അല്ലെങ്കിൽ ആ നേതാവിന് ഇങ്ങനെ UDF എന്ന് പറയുന്ന മുന്നണി ജയിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടോ ഒക്കെ അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് ഈ കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF അധികാരത്തിൽ വന്നത് എന്നുള്ള കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും ഒരു മാറ്റത്തിന് ഇടയുണ്ടാവില്ല.
പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിയ ചില നയതന്ത്ര നീക്കങ്ങളുണ്ടായിരുന്നു. ചില വിട്ടുവീഴ്ചകൾ, ചിലയിടങ്ങളിലുള്ള അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൂടി വി ഡി സതീശൻ വളരെ അതീവ ശ്രദ്ധാലുവായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് കിടക്കുന്ന വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിലേക്ക് വരുന്ന തന്ത്രം ഉപയോഗിക്കാനും വി ഡി സതീശൻ കഴിഞ്ഞു. അപ്പം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കാൻ സതീശന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിലൊന്നും അതിൻ്റെ ഈ 7 അയലത്ത് പോലും വന്ന് എത്തിപ്പെടാൻ കെ സി വേണുഗോപാലിനെ പോലും നേതാവിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പലപ്പോഴും ചില PR വർക്കുകൾ കൊണ്ട് കളം പിടിക്കാനൊക്കെ പരിശ്രമിച്ചിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പ് സ്ത്രീകളുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോയി അവർക്കൊപ്പം വരുന്ന കപ്പയും കറിയും ഒക്കെ കഴുകിയ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി അവരുടെ വീടുകളിലേക്ക് പോവുക, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും അത്ര കണ്ട് ഫലപ്രാപ്തിയിലെത്തിയില്ല എന്ന് നമുക്ക് കരുതാം. പിന്നെ അതും കൂടി ഇതിൻ്റെ ഒരു പാർട്ടായി മാറി എന്ന് മാത്രം. അദ്ദേഹം നടത്തിയ പരിശ്രമം എന്നുള്ള അണ്ണാകുഞ്ഞിനും തന്നാലായത് എന്ന രീതിയിൽ വേണം നമുക്ക് കരുതാൻ. അങ്ങനെ കുറച്ചൊക്കെ ഒരു രീതിയിലേക്ക് പാർട്ടിയുടെ വളർച്ചയോ അല്ലെങ്കിൽ പാർട്ടിക്ക് കുറച്ചൊരു 4 വോട്ടെങ്കിലും കൂടുതൽ കിട്ടാൻ കെ സി വേണുഗോപാലിൻ്റെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ ഒക്കെ സഹായിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇപ്പോൾ മലപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്ന 3 MLA-മാരെ ഇതിന് വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തി. അപ്പോൾ അതിൻ്റെ പോസ്റ്ററിൽ പോലും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് ഇല്ല എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാൽ പങ്കെടുത്തു. അപ്പോൾ കെ സി വേണുഗോപാൽ പങ്കെടുത്ത പരിപാടിയിൽ ഈ പറയുന്ന വി ഡി സതീശൻ്റെ ഒരു പോസ്റ്റർ പോലും പതിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പോസ്റ്ററിൽ വി ഡി സതീശൻ്റെ പടമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ ഈ വി എസ് ജോയി, അപ്പം വി എസ് ജോയി MLA പറയുന്ന ഒരു പ്രധാനപ്പെട്ട വി എസ് ജോയി MLA പിന്നെ കെ സിക്കൊപ്പം നിന്നു, ഷൗക്കത്ത് കെ സിക്കൊപ്പം നിന്നു. അപ്പം വി എസ് ജോയി പറയുന്നത് വേണുഗോപാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ തന്നെ കെയർ ചെയ്ത നേതാവായിരുന്നു എന്ന് തന്നെയാണ് ഈ പറയുന്ന വി എസ് ജോയിയുടെ പരാമർശം. അതോടൊപ്പം തന്നെ വിജയിപ്പിക്കുന്നത് വരെ കെ സി പ്രത്യേകമായി സ്ട്രെയിൻ എടുത്തു എന്നും ജോയി പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്ത നേതാവാണ് കെ സി വേണുഗോപാൽ. താൻ ജയിക്കുന്നത് വരെ, തൻ്റെ വിജയം എത്തുന്നത് വരെ തന്നെ ഒരുപാട് തന്നെ ഒരുപാട് അദ്ദേഹം പ്രത്യേകമായി സ്ട്രെയിൻ എടുത്തു എന്നും കെ സിയെ മുൻനിർത്തിക്കൊണ്ട് പുകഴ്ത്തുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ അതോടൊപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത് കെ സി വേണുഗോപാലാണ് എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന MLA-യുടെ ഒരു പരാമർശം. അപ്പം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച അടുത്ത തെരഞ്ഞെടുപ്പിനായി പ്രവർത്തിക്കണമെന്നും അതിലൂടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാമെന്നും ഉപദേശിച്ചത് കെ സി വേണുഗോപാൽ ആയിരുന്നു. അപ്പോൾ തന്ത്രപരമായ നീക്കവും കെ സി വേണുഗോപാൽ നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ട് ഉറപ്പിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കും എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഇവരാരും തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AP അനിൽകുമാർ, അദ്ദേഹവും പിന്നെ AP അനിൽകുമാർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന AP അനിൽകുമാർ പോലും കെ സി വേണുഗോപാലിനെ മാത്രമാണ് പുകഴ്ത്തി പറഞ്ഞത് എന്നുള്ള കാര്യം ആലോചിക്കുക. പക്ഷേ അത് നൗഷാദ് അലി മാത്രമാണ് കെ സിയെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. ഈ പൊന്നാനിയിൽ നിന്നുള്ള കോൺഗ്രസ് MLA ആയ നൗഷാദ് അലി മാത്രം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അതായത് കെ സി വേണുഗോപാലിനെ പുകഴ്ത്തിയിട്ടില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വി ഡി സതീശനോട് ഇപ്പോഴും അപ്രിയമുള്ള, വി ഡി സതീശൻ്റെ നേതൃത്വത്തെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, കെ സി വേണുഗോപാലിനോട് അമിതമായ രാജഭക്തിയുള്ള നിരവധി നേതാക്കന്മാർ ഇപ്പോഴും കോൺഗ്രസ്സിനുള്ളിൽ ശക്തമായി തുടരുന്നു എന്ന് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇനിയിപ്പോൾ വീണ്ടും ഇത് ഏത് രീതിയിലായിരിക്കും ഇത് തുടർന്ന് ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്. കേരളത്തിൽ ഓണം കഴിഞ്ഞാൽ തൂഫാൻ ശക്തി പ്രാപിക്കുമെന്ന് പറയുന്ന പോലെ ഇവിടെ ഇനിയിപ്പോൾ ഏത് തരത്തിൽ ഇതിന് ഒരു മാറ്റമുണ്ടാകും, ഏത് തരത്തിൽ ഇതൊന്ന് ശക്തി പ്രാപിക്കും തുടങ്ങിയ സംശയങ്ങൾ ഇപ്പോഴും എല്ലാവരുടെയും മുന്നിലുണ്ട്. ഇനിയും കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയതയ്ക്ക് ഇതൊക്കെ തുടക്കമാകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.